ചെങ്ങന്നൂർ നടന്ന സരസ് മേള കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് ഞങ്ങൾ വരുന്ന ഒരു യാത്രയിലെ രംഗങ്ങളാണ്. അപ്പം കേരളത്തിൻ്റെ ഓരോ ടൗണുകളും പണ്ടത്തേതിൽ നിന്ന് എന്തുമാത്രം വികസിച്ചു. ഈ മെയിനായിട്ട് വരുന്നത് MC റോഡിൽ കൂടെയാണ്. മെയിൻ സെൻട്രൽ റോഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സെൻട്രിൽ കൂടെയുള്ള ഏറ്റവും വീതി കൂടിയ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു റോഡാണ് MC റോഡ് എന്ന് പറയുന്നത്. ആ MC റോഡിൽ കൂടെയാണ് തിരിച്ച് നമ്മൾ വരുന്നത്. അപ്പോൾ MC റോഡ് ഇപ്പോൾ നമുക്ക് വിദേശത്തൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക്, ഒത്തിരി വർഷങ്ങളായിട്ടൊക്കെ പോയിട്ടുള്ള, കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഒത്തിരി പേര് നമ്മുടെ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലുണ്ടെന്ന് എനിക്കറിയാം. അവരൊക്കെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണാൻ വളരെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളുടെ റോഡിൻ്റെ ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണമെന്നും, എങ്ങനെയുള്ള ഇത് എന്തുമാത്രം ഡെവലപ്മെൻറ്റ് കേരളത്തിന് വന്നിട്ടുണ്ടെന്നും പലരും പറയുന്നു. ഈയിടെ കാനഡയിൽ പോയിട്ടുള്ള പാലായിൽ എൻ്റെ ഒരു സുഹൃത്ത് ഈയിടെ വന്നിട്ട് പറയും, ഇവിടെ ഭയങ്കര അത്ഭുതമായിപ്പോയി, കാനഡക്കാലം എന്തുമാത്രം കേരളം ഡെവലപ്പായി, എന്തുമാത്രം സ്ട്രക്ചറായി. അവനവിടെ അസുഖം കൂടിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് പോലും എടുക്കാൻ പറ്റാതെ അവിടെ കിടന്ന് ന്യൂമോണിയ ആയി. അവിടെ നിന്ന് ന്യൂമോണിയ എന്ന് പറഞ്ഞ് മെഡിസിൻ എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കരമായി ഇവൻ ചാകാനുള്ള അവസ്ഥയിൽ ഒരു വിധത്തിൽ ഇവനെ ഫ്ലൈറ്റേ കയറി അവൻ പാലായി വന്ന് പാലാ മെഡിസിറ്റി വന്ന് നോക്കി ബ്രോങ്കൈറ്റിസ് ആണെന്ന് പറഞ്ഞു കറക്റ്റ് മരുന്ന് കൊടുത്ത് ഒരാഴ്ച കിടന്നു കഴിഞ്ഞപ്പോൾ അവൻ രക്ഷപ്പെട്ടു. ആ വീഡിയോ പുള്ളി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി യൂട്യൂബിൽ ആ വീഡിയോ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ശരിക്കും അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ യൂറോപ്പിലുണ്ട്. ഇപ്പോൾ യൂറോപ്പിലാണെങ്കിൽ ഇപ്പം നമ്മുടെ ഫേമസ് യൂട്യൂബറായ സുജിത് പച്ചൻ അതിലേപ്പോൾ യാത്ര ചെയ്യുകയാണ്. പുള്ളിയുടെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും യൂറോപ്പ് ഏകദേശം എല്ലാം പൊട്ടി പാളിഷായി. അത്ര ഒരു പൊട്ടലൊന്നും നമ്മുടെ കേരളത്തിന് വന്നിട്ടില്ല. പക്ഷേ സാധാരണക്കാരായ കുറച്ച് താഴെക്കടയിലുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഈ ഇടയ്ക്കുള്ള ആൾക്കാർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായത്. ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാറില്ല. അവർ നല്ല രീതിയിൽ നല്ല സാമ്പത്തികം എല്ലാം അവർക്കുണ്ട്, അവർക്ക് നല്ല വരുമാനങ്ങളുണ്ട്, അവർ ബുദ്ധിപരമായിട്ട് നീങ്ങുന്നു, അവർ അനാവശ്യമായിട്ട് കാര്യങ്ങളൊന്നും മേടിക്കാറില്ല, വളരെ ഒതുങ്ങിക്കഴിയുന്നു. ഇപ്പോൾ ഇന്നലെ തന്നെ ആണെങ്കിലും ഞങ്ങളുടെ ഇവിടെ വന്നൊരു ഒരു ഒരു കോടീശ്വരൻ പറഞ്ഞാൽ ഭയങ്കര കോടീശ്വരൻ. അയാളുടെ ഒരു പെരുമാറ്റവും രീതിയും, അയാൾ മാരുതിയുടെ ഒരു സിയാസിൻ്റെ ഒരു പഴയ കാറും ഒക്കെ ഉപയോഗിക്കുന്നു. അങ്ങനെ ഒതുങ്ങി കഴിയുന്ന അവർക്കെന്നും പണം കാണും. അത് കഴിഞ്ഞ് വേറെ ഒരു പുതുപ്പണക്കാർ രണ്ടുപേരും അവരുടെ ഒരു ജാടയും കയ്യേലെ ഒരു ഇടിയിലും അങ്ങനെയൊക്കെ വരും. അപ്പം നമ്മളുടെ ഒരു പെരുമാറ്റവും നമ്മളുടെ സാമ്പത്തികമായ രീതികളും ഒക്കെ വേണം ചെയ്യാൻ. അല്ലാതെ വല്ല ആൾക്കാരും പറഞ്ഞ് കേട്ടെല്ലാം പോയി നമ്മൾ ഓരോ കുഴിയിൽ പോയി ചാടിയാൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഇത് വരും. പിന്നെ അധ്വാനിച്ചുണ്ടാകുന്ന പൈസയേ ഉള്ളൂ. അല്ലാതെ ഈ കണ്ട ആൾക്കാരൊക്കെ ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യരെയും നയിക്കുന്നത് ഓരോ ദുർമന്ത്രവാദികളാ പ്രാർത്ഥനക്കാരും ഒക്കെയാണെന്ന് ശരിക്കും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്ക് ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ കണ്ടോ. ഏതോ ഒരു മന്ത്രവാദി പറയുന്നു, 2 നരബലി നടത്തിയാൽ നിങ്ങൾ രക്ഷപ്പെടും. ഒരാളെ കൊന്നിട്ട് വല്ലതും രക്ഷപ്പെടുമോ? അടുത്തയാൾ പറയുന്നു അയലോക്കംകാരനെ അങ്ങനെ ചെയ്താൽ കൊല്ലരുത്, മുടി നീട്ടിയ ആൾക്കാരെ എല്ലാം കൊല്ലണം എന്ന് ജ്യോതിഷം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം 3 പേരെ ഒരാൾ കൊന്നു. ഒരു വീട്ടിൽ ആദ്യം ഒരാളെ കൊന്നു, ആ പുള്ളിയുടെ 2 പേരെ മകനെയും അമ്മയും കൊന്നു. ഇങ്ങനെയൊക്കെ ആൾക്കാർ ശരിക്കും മണ്ടന്മാരായി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഇവിടെ ഇപ്പോൾ രക്തക്കളികൾ കണ്ടമാനം കൂടുന്നതിനുള്ള കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പോലീസിനെ കുറ്റം പറഞ്ഞിട്ടോ പോലീസുകാർ ചെയ്യാഞ്ഞിട്ടോ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിനെല്ലാം ഒരു പരിധിയില്ലേ? പോലീസും മനുഷ്യരല്ലേ, അവർക്കും ഇല്ലേ ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ. നമ്മൾ കണ്ടതല്ലേ കോട്ടയത്തു നിന്ന് ഒരു കാര്യത്തിലും ഇടപെടാതെ കോട്ടയത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന പോലീസുകാരനാണെന്നുള്ള ഒറ്റ കാരണത്താൽ അദ്ദേഹത്തെ ചവിട്ടിക്കൊന്ന് കളഞ്ഞില്ലേ? ആർക്കാ നഷ്ടം? അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും മാത്രമല്ല നഷ്ടം ഉണ്ടായുള്ളൂ, ആർക്കും നഷ്ടമില്ല. പിന്നെ നമ്മുടെ രാജ്യത്തിനും നഷ്ടമാണ്. നമ്മുടെ രാജ്യം ഇത്രയും പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് നല്ല രീതിയിൽ വളർത്തിയെടുത്ത നമ്മുടെ ഒരു നല്ല ഉദ്യോഗസ്ഥനെ, നമ്മുടെ രാജ്യത്തിന് എത്രയോ വർഷം സേവനം ചെയ്യേണ്ട ഒരു നല്ല ഉദ്യോഗസ്ഥനെ നമുക്ക് നഷ്ടപ്പെട്ടു, പെട്ടെന്ന് നഷ്ടപ്പെട്ടു, പൊടുന്നനെ നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ത് കാരണം കൊണ്ടാണ്, എന്താണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ശരിക്കും ഒരു ഭരണം നടത്തേണ്ടിയിരിക്കുന്നു. ചിലർ പറയും മയക്കുമരുന്ന് കഴിച്ചിട്ടാണ്, ചിലർ പറയും മദ്യം കഴിച്ചിട്ടാണ്, ചിലർ പറയും പരസ്പര സ്നേഹവും വിശ്വാസവും പോയിട്ടാണ്, ചിലർ പറയും ഈ റേഡിയേഷൻ കൂടുതലായിട്ട് ഈ ടവറിൻ്റെയൊക്കെ റേഡിയേഷൻസ് അടിച്ച് മനുഷ്യൻ്റെ തലയ്ക്കും മനസ്സിനുമൊക്കെ
ബ്രെയിനിനും ഒക്കെ ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണോ എങ്ങനെ പെരുമാറുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ 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 ഒത്തിരി പ്രശ്നങ്ങളാണ്. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോഴും, സത്യം പറയാലോ, ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോഴും വാർത്ത നമ്മൾ ഓണാക്കി ഒന്ന് നോക്കാറുണ്ട്. ഞാൻ എന്നും എഴുന്നേൽക്കുമ്പോഴേ ഞാൻ 24 റിപ്പോർട്ടറോ മഴവിൽ മനോരമയോ മനോരമ ന്യൂസോ ഏഷ്യാനെറ്റ് ന്യൂസ്, ഇന്ത്യ വിഷൻ അല്ല, അങ്ങനെയുള്ള എല്ലാ ചാനലുകളും ഞാൻ നോക്കാറുണ്ട്. ആ നോക്കുന്ന ചാനലുകളിൽ എല്ലാം നമ്മൾ പേടിച്ചാണ് രാവിലെ ഓണാക്കി നോക്കുന്നത്, എന്താണ് ഇവിടെ സംഭവിച്ചത്. ഇന്നലെ വൈകുന്നേരം പോയി ഓണാക്കിയപ്പോഴത്തേക്കും തീ കത്തുന്നു, എണ്ണപ്പന മൊത്തം തീ ഇടുന്നു, തീ ഇട്ടതാണോ അതിനന്വേഷിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് ആന ചവിട്ടി കൊന്നിരിക്കുന്നു. ഇതാണ് നമ്മുടെ അടുത്തൊരു പെണ്ണിനെ കൊന്നു. ആ ന്യൂസ് വരുന്നതിന് മുമ്പ് തന്നെ പിറ്റേ ദിവസം രാവിലെ അടുത്ത സ്ഥലത്ത് വയനാട്ടിനപ്പുറം പാലക്കാടോ ആ ഭാഗത്തൊരു കെട്ടിയവനും കെട്ടികളോടെ പോയതിനെ ചവിട്ടിക്കൊന്നിരിക്കുന്നു. ഇങ്ങനെ 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 ഓരോ ദിവസവും ഓരോ മരണങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊല്ലുന്നു, അമ്മയെ കുത്തിക്കൊല്ലുന്നു, മകൻ അമ്മയെ കുത്തിക്കൊല്ലുന്നു. ഇന്നാണേലും ഒരു സ്ത്രീ ഇവിടെ വന്നു, അവർക്ക് ഒരു നേരം ആഹാരം കഴിക്കാൻ പൈസ കൊടുക്കാമെന്ന്. അത് സാധാരണ ഇങ്ങനെ പലരും വരാറുണ്ട്. എന്നാലും അത് ജെന്യൂൻ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. പറഞ്ഞ് 2 ആൺപിള്ളേരുണ്ട്, അവർ രണ്ടുപേരും നോക്കത്തില്ല. ഒരുത്തനാണെങ്കിൽ, മൂത്തവനാണെങ്കിൽ ഭയങ്കര മദ്യപാനമാണ്, മദ്യപിച്ചിട്ട് വീട്ടിൽ വരും, അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് അത് ഇപ്പോഴും പിടിച്ച് പറിച്ചുകൊണ്ട് പോകും. അയാളുടെ ഭാര്യയും പിള്ളേരെ എല്ലാം അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ഒരു മകൻ. രണ്ടാമത്തെ മകനും ഭാര്യയും കൂടെ വേറെ എവിടെയോ പോയി താമസിക്കുന്ന, അമ്മയ്ക്ക് ചിലവിനൊന്നും കൊടുക്കുകയില്ല. പിന്നെ 1 സെൻറ്റ് സ്ഥലത്തോ 2 സെൻറ്റ് സ്ഥലവും കണ്ട ആ സ്ത്രീ കൊണ്ട് അവിടുത്തെ പ്രാദേശികമായ ആൾക്കാരൊക്കെ അവരെ സഹായിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ എവിടെയെങ്കിലും ഗവൺമെൻറ് സെക്ടറിലോ അങ്ങനെയൊക്കെ ഇങ്ങനെ പ്രായമായവരെ 75 വയസ്സുള്ള സ്ത്രീയാണ്, അവരിങ്ങനെ തെണ്ടി നടക്കുകയാണ് വഴി കൂടെ, എനിക്കൊരു നേരത്തെ ആഹാരം മേടിക്കാനുള്ള പൈസ തരാമെന്ന്. അപ്പം ഞാൻ അവർക്കൊരു പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരവിടെ ഒന്ന് കരയുവാണ് ചെയ്തത്. അവർ കണ്ട് പറഞ്ഞു, മോനെ ഇത്രയും നേരം ഞാൻ രാവിലെ തൊട്ട് ഇറങ്ങി തെണ്ടിതാ, 10 രൂപയിൽ കൂടുതൽ ആരും എനിക്ക് ഇതുവരെ തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു മാത്രമായിട്ട് പറഞ്ഞതല്ല. അപ്പം അത്രയും അവർ തെണ്ടി നടന്ന് ഇത്രയും വലിച്ച ഒരു അമ്മ, ഈ 2 ആൺമക്കളെ വളർത്തിയ ഈ അമ്മ ഇങ്ങനെ തെണ്ടി നടന്ന് ജീവിക്കുന്ന കാണാം. ആ മക്കൾ ശരിക്കും അവരെ ആണുങ്ങളെന്ന് വിളിക്കാവോ മക്കളെന്ന് വിളിക്കാവോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്താണേലും അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സഹായിക്കേണ്ട നമ്മുടെ സമൂഹത്തിന് കടമയുണ്ട്. നമുക്കൊത്തിരി നമ്മളെ ഈ വാർദ്ധക്യമായ ആൾക്കാരെ നോക്കുന്ന ഒത്തിരി നല്ല ആശ്രമങ്ങളൊക്കെ ഉണ്ട്, അച്ഛന്മാർ നടത്തുന്നുണ്ട്, പലരും നടത്തുന്നുണ്ട്. അവിടെയൊക്കെ എവിടെയെങ്കിലും ചെന്ന് അഭയം പ്രാപിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനോടോ മെമ്പറോടോ അവിടുത്തെ MLA യോടോ ആരോടെങ്കിലും പറയുക. എന്നിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യാനൊക്കെ പറഞ്ഞ് ഞാൻ ഉപദേശമൊക്കെ കൊടുത്ത് വിട്ടു. അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്ക് നോക്കാൻ താല്പര്യമില്ലാത്ത പ്രായമായി കഴിയുമ്പോൾ കളയുന്നു. പിന്നെ വേറൊരു കാരണവന്മാരുണ്ട് കേട്ടോ, അവർ മക്കളെ വേണ്ടാത്ത കാരണവന്മാരും ഉണ്ട് ഇതിനകത്ത്, ഇല്ലെന്നല്ല. എത്ര പ്രായമായാലും മക്കളെ അടുപ്പിക്കുകയില്ല, ഉള്ള സ്വത്തെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. മക്കൾ കൊള്ളുകയില്ല, മക്കൾ മോശക്കാരാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എത്ര പ്രായമായാലും നാളെ മരിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന അത്രയും പ്രായമുള്ള കാരണവന്മാർ വരെ മക്കളെ അടിച്ചെടുത്ത് കയറ്റാത്ത കാരണവന്മാരും ഉണ്ട്. എല്ലാ വശവും ആൾക്കാരും ഉണ്ട്. എന്താണേലും ഒരു കലിയുഗമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കലിയുഗത്തിൽ കേരളത്തിൻ്റെ വികസനം നിങ്ങൾ കണ്ടോ, ടൗണൊക്കെ എന്നാ അടിപൊളിയായെന്ന് കണ്ടോ. 2 സൈഡിലും വലിയ വലിയ ബിൽഡിങ്സായി, മൊത്തം LED ലൈറ്റുകളായി, 2 ലൈൻ പാതകളായി, വഴി നിറയെ മുന്തിയിനം കാറുകളാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാറൊന്നുമല്ല. ഈ അമേരിക്കയിലും കാനഡയിലും ഉള്ളത് കൂടുതൽ അഡ്വാൻസ്ഡ് ടെക്നോളജിയിലുള്ള കാറുകളും വണ്ടികളുമാണ് ഇന്ന് കേരളത്തിലൂടെ ഇന്ത്യയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. സകല കമ്പനിക്കാരും ഇവിടെ ഉണ്ട്. പറഞ്ഞു നമ്മുടെ ഇവിടെ ഇന്ത്യക്കാരനായ കമ്പനിയായ നമ്മുടെ ടാറ്റ ഉണ്ട്, ടാറ്റയും നല്ല നിലയിൽ പോകുന്നു. പിന്നെ ഹുണ്ടായി വലിയ നിലയിൽ പോകുന്നു. പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ മാരുതി സുസുക്കി, നമ്മുടെ സുസുക്കിയുടെ ടെക്നോളജിയിൽ മാരുതി സുസുക്കിയുടെ കഥ പറയുമ്പോൾ, പണ്ടത്തെ കാലത്ത് ഇവിടെ ഇന്ത്യയിൽ ഒറ്റ വണ്ടി ഉള്ളായിരുന്നു, അംബാസിഡർ കാർ എന്ന് പറഞ്ഞ ഒരു കാർ മാത്രമേ ഇന്ത്യയിലുള്ളായിരുന്നു. അത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ട് അന്ന് അവിടുത്തെ ഇവരുടെ ആൾക്കാർക്കൊക്കെ നടക്കാൻ വേണ്ടി അവർ അംബാസിഡറിൻ്റെ പ്ലാന്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് കുറേ അംബാസിഡർ കാർ ഉണ്ടാക്കിയതാണ്. ആ കാറ് കഴിഞ്ഞിട്ട് ഈ സോണിയാഗാന്ധിയുടെ 2 ആൺമക്കളുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും. ഈ സഞ്ജയ് ഗാന്ധി ഒരു പൈലറ്റായിരുന്നു, രാജീവ് ഗാന്ധിയും പൈലറ്റായിരുന്നു. പക്ഷേ സഞ്ജയ് ഗാന്ധിക്ക് നമുക്കറിയാമല്ലോ, ഒരു പ്ലെയിൻ ഓടിച്ച് നോക്കാൻ പോയി ഒരു അബദ്ധം പറ്റി ആക്സിഡൻ്റ് ആയിട്ടാണ് അദ്ദേഹം മരിച്ചു പോയത്.
അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് നല്ല ഒരു ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹമാണ് ഈ മാരുതി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇന്ത്യയിലുണ്ടായിട്ട് ഒരു പുതിയ കാർ ഉണ്ടാക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇന്ദിരാഗാന്ധിയും കൂടെ ആലോചിച്ച് ചെയ്തതാണ്. അന്ന് നമുക്ക് ഒരു അത്ര കാർ ഉണ്ടാക്കാൻ നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പല രാജ്യങ്ങളിലും പോയി പല കമ്പനിയുമായിട്ട് നമ്മൾ സംസാരിച്ചു. ഈ വോൾസ്വാനുമായിട്ട് പോയി സംസാരിച്ചു. വോൾസ്വാനോട് നമ്മൾ പൈസ നമ്മൾ ടെക്നോളജി ചോദിച്ചു. അവർ പറഞ്ഞു ജർമ്മൻ കാറുകളാണ്, ഞങ്ങളുടെ കാറുകളെല്ലാം വില കൂടിയതാണ്, അതൊന്നും ഉപയോഗിക്കുന്ന ആൾക്കാരൊന്നും ഇന്ത്യയിലില്ല, ഇന്ത്യയിൽ അത് കൊണ്ടുവന്നാലൊന്നും വിജയിക്കില്ലെന്ന് വോൾസ്വാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയ രാജ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ അമേരിക്കയ്ക്ക് പോയി. USA ചെന്നിട്ട് നമ്മുടെ ഫോർഡ് കമ്പനിയില്ലേ, ഫോർഡ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈയിടെ ഇവിടുന്ന് ഓടി നാട് വിട്ടു പോയ കമ്പനി, ഈ ഫോർഡിൻ്റെ അമേരിക്കയിലെ കമ്പനി ചെന്നു. അവരോട് ചെന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഞങ്ങൾ അമേരിക്കക്കാരാണ്, ഫോർഡിൻ്റെ കമ്പനിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങളുടെ കാറൊന്നും ഉപയോഗിക്കാൻ മാത്രം സ്റ്റാൻഡേർഡുള്ള ആൾക്കാരൊന്നും ഇന്ത്യയിലില്ല എന്ന് പറഞ്ഞ് ഇവർ അവമാനിച്ചു വിടുകയാണ് ചെയ്തത്. അങ്ങനെ ഒത്തിരി രാജ്യങ്ങളിൽ കൂടെ കറങ്ങി നടന്നിട്ട് അവസാനം നമ്മുടെ ജപ്പാൻ കമ്പനിയായ ഈ ടൊയോട്ടോയുടെ അടുത്തും ചെന്നെന്നുള്ളതൊക്കെയാണ് അറിവ്. ജപ്പാൻ കമ്പനിയായ നമ്മുടെ സുസൂക്കിയുടെ അടുത്ത് ചെന്നപ്പോൾ സുസൂക്കി പറഞ്ഞു, ഓക്കെ ഞങ്ങൾ വരാൻ തയ്യാറാണ്, ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറഞ്ഞ ഒരു സെഗ്മെൻറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞ് സുസൂക്കിയുടെ ഉണ്ടാക്കി മടുത്ത കംപ്ലീറ്റ് രാജ്യം മുഴുവൻ വികസിച്ച ഏറ്റവും കൂടുതൽ അവർ ശരിക്കും പറഞ്ഞാൽ മാരുതി പോയിട്ട് സുസുക്കിക്ക് പേരുണ്ടാക്കി കൊടുത്ത അവരുടെ 800 എന്ന് പറഞ്ഞ ആ കുട്ടി കാറ് വെറും 45,000 രൂപയ്ക്ക് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിർമ്മിച്ച് അതിൻ്റെ അച്ചെല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് മെയിൻ എൻജിൻ പാർട്ടും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. അത് മേടിക്കാൻ ആദ്യകാലത്ത് ആൾ കുറവായിരുന്നു, പിന്നെ ഭയങ്കര ഡിമാൻഡായി. ഇന്ന് മാറിയിട്ട് ഒരു മാസം 1,50,000 കാറുകൾക്ക് മേളിൽ വിൽക്കുന്ന കമ്പനിയായിട്ട് ഇന്നും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാറ് വിൽക്കുന്ന കമ്പനിയായിട്ട് നമ്മുടെ മാരുതി സുസുക്കി എന്ന് പറഞ്ഞ കമ്പനി നിലനിൽക്കുകയാണ്. ഇപ്പോൾ അവർ ഒരു നാഴികക്കല്ലും കൂടെ ചെയ്ത് വന്നിരിക്കുന്നു, അവർ ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കിയിരിക്കുന്നു. അപ്പം ഈ സുസുക്കി ഇനി ഒട്ടും പിടിച്ചാൽ കിട്ടുകയില്ല. സുസുക്കിയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ വരാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കുകയായിരുന്നു. കാരണം സുസുക്കി ഒരു ജെന്യൂൻ വണ്ടിയാണ്. ജെന്യൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ന്യായമായ വിലയ്ക്ക് അത്യാവശ്യം ടെക്നോളജിയും അത്യാവശ്യം സേഫ്റ്റിയും തരുന്ന ഒരു വണ്ടിയാണ്. എന്നോർത്ത് 5 സ്റ്റാർ റേറ്റിംഗ് ഒന്നും പ്രതീക്ഷിച്ചേക്കല്ല. അതൊക്കെ വേണമെന്ന് നിർബന്ധമുള്ളവർ 5 സ്റ്റാർ റേറ്റിംഗ് വേണമെങ്കിൽ നമുക്ക് ടാറ്റയുടെ വണ്ടികൾക്കെല്ലാം തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. പിന്നെ വോൾസ്വാൻ്റെ ഈയിടെ ഇറങ്ങിയ വെർട്ടസിനും മറ്റേ ടേഗോണും ഒക്കെ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടികളാണ്. അങ്ങനെയുള്ള സ്കോഡായിക്കൊണ്ട് അങ്ങനെയുള്ള കമ്പനികൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളൂ. മാരുതിയും ഭാവിയിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആകുമായിരിക്കും. അവരും വളരെ ശ്രദ്ധിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ടൊയാട്ടോയായിട്ട് ശരിക്കും അവർ ഭയങ്കരമായിട്ട് കമ്പനി കൂടി പല വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് ഒക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർക്കൊരു 5 സ്റ്റാർ ഫെസിലിറ്റി കാര്യങ്ങളിലേക്കൊക്കെ താല്പര്യം വരികയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം അങ്ങനെ നമ്മൾ ലോകം മുഴുവൻ തെണ്ടി നടന്ന് ചോദിച്ച് നമ്മൾ പല ആൾക്കാരോടും ചോദിച്ച് അവസാനം സുസുക്കിയാണ് നമ്മളെ ഇന്ത്യക്കാരയ്ക്ക് വില വെക്കുകയും ഇവിടെ വന്ന് ഫാക്ടറി ഇടുകയും ചെയ്തത്. അതിൻ്റെ നന്ദി നമ്മൾ ഇന്നും സുസുക്കിയോട് കാണിക്കുന്നുണ്ട്. ലോകത്തിലെ സുസുക്കിയുടെ ഏറ്റവും വലിയ പ്ലാന്റും ഏറ്റവും വലിയ നിർമ്മാണ യൂണിറ്റും ലോകത്തിൽ പല ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു ഇന്ത്യൻ തന്നെയാണ്. അങ്ങനെ സുസുക്കി എന്ന കമ്പനിയെ നമ്പർ 1 ആക്കിയ ഒരു ശരിക്കും രാജ്യമാണ് നമ്മൾ. അത് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ അടുത്തേക്ക് വന്ന സുസുക്കിക്ക് നമ്മളൊരു താങ്ക്സ് കൊടുക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് ഉണ്ടായ വേറെ രസകരമായ സംഭവം, ഈ ടാറ്റ വണ്ടി ഇൻഡിക എന്ന് പറഞ്ഞൊരു കാറുണ്ടാക്കി. നിങ്ങൾക്കറിയാമായിരിക്കും ആ ചരിത്രം. ഈ ഇൻഡിക എന്ന് പറഞ്ഞ കാറുണ്ടാക്കി അത് ഒത്തിരി ഭയങ്കരമായിട്ട് വിറ്റു. പക്ഷേ ഈ ഇൻഡിക കാറിൻ്റെ എൻജിൻ 50,000 കിലോമീറ്റർ ആയപ്പോൾ അടിച്ചുപോയി. ഇത് എന്തുകൊണ്ടാണ് പോകുന്നതെന്ന് ടാറ്റയ്ക്ക് മനസ്സിലായില്ല, ആർക്കും മനസ്സിലായില്ല. ടാറ്റയ്ക്ക് ഇപ്പോഴും അത് 100% പല കാര്യങ്ങളും മനസ്സിലായിട്ടില്ല. ഈ ടാറ്റയുടെ സർവീസ് സെൻ്ററുകളുടെ ശ്രദ്ധക്കുറവും നോട്ടവുമാണ് ടാറ്റയുടെ പരാജയത്തിൻ്റെ അടിസ്ഥാനമായ പ്രശ്നം. ഈ ഇന്ത്യ കാർ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ 1-2 പ്രാവശ്യം ശ്രദ്ധിക്കും. ഞാൻ ഓയിൽ മാറുന്നിടത്ത് ഞാൻ എപ്പോഴും പോയി നോക്കാറുണ്ട്. എനിക്കറിയാം വണ്ടിയുടെ എഞ്ചിനാണ് ഏറ്റവും പ്രധാന ഭാഗം. എഞ്ചിൻ അടിച്ചു പോയി കഴിഞ്ഞാൽ വേറെ എന്നാ ബോഡി തിളങ്ങി നിന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ ഈ വണ്ടിയിലെ ഓയിൽ മാറി അന്നത്തെ ഡീലർ, ഇന്ന് ആ ഡീലർമാരെല്ലാം ഇല്ല, ആരും തന്നെ ഇല്ല, എല്ലാവരും പോയി, എല്ലാം പുതിയ ആൾക്കാരായി ഇന്ന്.
അന്നത്തെ ആ ഡീലർ എൻ്റെ വണ്ടിയുടെ ഓയിലിൻ്റെ പകുതി ഊറ്റും. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക. എനിക്ക് ഓയിൽ മാറുന്ന പകുതി ഊറ്റി അടിയിലൊരു ട്രേ വെച്ചിട്ട് നമ്മൾ ബാക്കി അടയ്ക്കും ഇവന്മാർ. പകുതി ഇവന്മാർ അടച്ചേച്ച് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒറ്റ ഒഴിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക. അത് ഞാൻ പറഞ്ഞു വണ്ടി സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതെടുത്ത് നോക്കിയാൽ ഈ കരിയോയിൽ കരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇവന്മാർ ചാടി കയറി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കരിയോയിലായി. ഞാൻ പറഞ്ഞു വിഷയമാക്കി. ഞാൻ പറഞ്ഞത് വിഷയമാവും, ഞാൻ പ്രശ്നം ഉണ്ടാക്കും, നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്ക് വേറെ ഫ്രഷ് ഓയിൽ അയക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ കളർ നിങ്ങളൊരു പേപ്പറോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞു. ഇവർ പറഞ്ഞ് ഇതിനകത്ത് കരിയോയിൽ കിടന്നതുകൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇങ്ങനെ കറുത്ത് വരും. ഞാൻ പറഞ്ഞു ഈ തട്ടിപ്പൊന്നും വേണ്ട, ഈ പരിപാടിയൊന്നും നമ്മളെടുത്ത് കാണിക്കണ്ട. നിങ്ങൾ ഓയിൽ ഒഴിച്ചോ, നിങ്ങൾ 100 രൂപ കൂടുതൽ മേടിച്ചോ, എനിക്ക് യാതൊരു പരാതിയില്ല. പക്ഷേ നിങ്ങൾ ഓയിൽ മാറിയെന്ന് പറഞ്ഞ് എന്നെ ചതിക്കുമ്പോൾ നിങ്ങൾ ഈ എഞ്ചിനെയും കൂടെ ചതിക്കുകയാണ്, എന്നെയും ചതിക്കുകയാണ്. നിങ്ങളൊരു 10-500 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ചതിവ് കാണിക്കുന്നത്. അങ്ങനെ കാണിച്ച് ടാറ്റയുടെ മുഴുവൻ ഇൻഡിഗയുടെ എഞ്ചിൻ അടിച്ചു പോയി. ടാറ്റയ്ക്ക് എൻ്റെ വണ്ടി 1.25 ലക്ഷം കിലോമീറ്റർ ഓടി ഞാൻ വിൽക്കുമ്പോഴും എൻ്റെ വണ്ടിയുടെ എഞ്ചിൻ പോയിട്ടില്ല. പിന്നെ ഞാൻ അവരുടെ സർവീസ് സെൻ്ററിൽ എഞ്ചിൻ ഓയിൽ മാറാൻ ഞാൻ പോയിട്ടില്ല. ഞാനിവിടെ പൊൻകുന്നത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കാസ്ട്രോളിൻ്റെ ഒറിജിനൽ ഓയിൽ വിൽക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടത്. ആ ചേട്ടൻ ഒറിജിനൽ മാത്രമേ വിൽക്കുകയുള്ളൂ. പുള്ളി ഒരു നല്ല ദൈവവിശ്വാസിയായ നല്ലൊരു മനുഷ്യനാണ്. 1 രൂപ അയാൾ കുറച്ച് തരികയില്ല. MRP പൈസയും പുള്ളിക്ക് കൊടുക്കണം. പുള്ളിക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. ഡ്യൂപ്ലിക്കേറ്റോ, ഈ കാസ്ട്രോളിൻ്റെ ഓയിൽ ഏറ്റവും കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നതെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് അയാൾ തന്നു. ഞാൻ ഈ വണ്ടി വിൽക്കുമ്പോൾ 1.25 ലക്ഷം കിലോമീറ്റർ ഓടുന്ന സമയത്തും ഈ വണ്ടിയുടെ എഞ്ചിന് യാതൊരു കുഴപ്പമില്ലാതെയാണ് ഞാൻ മറ്റൊരാൾക്ക് കൈമാറിയത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ നമ്മുടെ ടാറ്റ പിന്നെ ലാൻഡ് റോവറും ഇതുമെല്ലാം മേടിച്ചല്ലോ. ഇതെല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അതിപ്പോഴത്തെ കഥ. അതിന് മുമ്പ് ടാറ്റയുടെ ഇൻഡിഗയും വണ്ടിയായിട്ട് മുമ്പോട്ട് പോകാൻ മേലാതെ ഫോർഡിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ച് ഞങ്ങളുടെ ഫാക്ടറി തന്നേക്കാം, ഞങ്ങൾക്ക് രക്തൻ ടാറ്റ പറഞ്ഞ് ഞങ്ങളുടെ ഫാക്ടറി തന്നേക്കാം, ഞങ്ങൾ കാറുണ്ടാക്കി അത് വിജയിച്ചില്ല, മൊത്തത്തിൽ പരാജയമായിപ്പോയി, അതുകൊണ്ട് ഞങ്ങളത് ഈ പരിപാടി നിർത്തുകയാണ്, ഞങ്ങൾ ലോറിയൊക്കെ ഉണ്ടാക്കി ജീവിച്ചോളാം, ഞങ്ങൾ കാറുണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫോർഡിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഫോർഡ് ആദ്യം സംസാരിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളെ വിളിച്ച് രക്തൻ ടാറ്റയെ വിളിച്ച് അപമാനിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ലോറി ഉണ്ടാക്കാൻ അറിയാം, നിങ്ങൾ വലിയ മിടുക്കന്മാരെ സമ്മതിച്ചു, പക്ഷെ നിങ്ങൾക്ക് കാർ ഉണ്ടാക്കാൻ അറിയത്തില്ല, ചെറിയ കാറുകൾ ഉണ്ടാക്കാൻ അറിയത്തില്ല. അതുപോലെ തന്നെ ഇതൊക്കെ വെറും നമ്മൾ ഇറ്റലിയിൽ പോയി ഡിസൈനൊക്കെ അടിച്ച് കൊണ്ടുവന്നതാണ്. ഫിയറ്റിൻ്റെ ഡിസൈനൊക്കെയാണ് ഇൻഡിഗയ്ക്ക് വന്നിരിക്കുന്നത്. എന്നിട്ട് പോലെ നിങ്ങൾക്ക് കാർ ഉണ്ടാക്കാൻ അറിയത്തില്ല. ഈ കണ്ടീഷനിലുള്ള ഈ കാറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഫോർഡ് പോലെയുള്ള ഒരു അമേരിക്കൻ കമ്പനിക്ക് ഇത് അഫോർഡബിൾ അല്ല, അതുകൊണ്ട് നിങ്ങളുടെ പ്ലാന്റോ സാധനങ്ങളോ ഒന്നുമില്ല, നിങ്ങൾ വല്ലയിടത്തും കൊണ്ട് കുഴിച്ചു മൂടാൻ പറഞ്ഞ് അവർ നമ്മളെ അപമാനിച്ച് വിടുകയാണ് ചെയ്തത്. അങ്ങനെ അപമാനിച്ച് ഇതേ കമ്പനി തന്നെ അവസാനം ഇവിടുന്ന് ഇന്ത്യ വരികയും ഇന്ത്യ വന്ന് കുറേ സംഭവങ്ങൾ ചെയ്യുകയും ഇഷ്ടം പോലെ സാധനങ്ങൾ വിൽക്കുകയും ചെയ്ത് അവസാനം ഇവിടുന്ന് നിക്കക്കള്ളി ഇല്ലാതെ തിരിച്ചോടി. ടാറ്റയ്ക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ടാറ്റ ഇപ്പോഴും നല്ല മിടുക്കന്മാരായിട്ട് മുമ്പോട്ട് പോകുന്നു. ടാറ്റയ്ക്ക് അന്നത്തെ അത് ഇവരിങ്ങനെ കാണിച്ചുകൊണ്ട് രക്തൻ ടാറ്റ അതിൻ്റെ വാശിക്കാണ് ടെക്നോളജിക്ക് വേണ്ടി ലാൻഡ് റോവറും മറ്റേതും നമ്മുടെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള പല കമ്പനികൾ സ്വന്തമാക്കി. ഇവർ റേഞ്ച് റോവറോ ഇതെല്ലാം മേടിച്ച് ടെക്നോളജി മൊത്തം നമുക്ക് കൊണ്ടുവന്നിട്ട് നല്ല ഒന്നാന്തരം കിടുക്കാച്ചി വണ്ടികളുണ്ടാക്കി ടാറ്റ. ഇന്നത്തെ നെക്സോണും കാരിയറും സഫാരിയും എന്ന് വേണ്ട ടാറ്റയുടെ ഇൻഡിഗോയിലോ പുതിയൊരു എല്ലാം, പിന്നെ ഇലക്ട്രിക് കാറുകൾ ടാറ്റ 70% ഇന്ത്യയിൽ ഇലക്ട്രിക് കാറുകൾ വിൽക്കുന്ന ടാറ്റയുടെ. അങ്ങനെ ടാറ്റ ഇന്ന് ഇന്ത്യയിലെ 3-ാം സ്ഥാനത്ത് വിൽക്കുന്ന കമ്പനിയായി. 3-ഉം ചിലപ്പോൾ 2-ാം സ്ഥാനത്തും കയറും. അതായത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് മാരുതി സുസുക്കി ആണെങ്കിൽ 2-ാം സ്ഥാനത്ത് ഹുണ്ടായിയോ ടാറ്റായും മാറി മാറി കളിക്കും. പിന്നെ നമ്മുടെ മഹേന്ദ്രയുണ്ട്, മഹേന്ദ്ര 4-ാം സ്ഥാനത്ത് വരും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, ഈ ഹുണ്ടായുടെയും ടാറ്റയുടെയും മഹേന്ദ്രയുടെയും സെയിൽ ഏകദേശം തന്നെ തുല്യമാണ്. ഏകദേശം ഒരു 50,000 വണ്ടികളാണ് ഈ 3 കമ്പനികളും ഒരു മാസം വിൽക്കുന്നത്. 50,000 വണ്ടിയിൽ ചിലർ 2,000 ചിലപ്പോൾ കൂടുതൽ വിൽക്കും, ചിലർ ചിലപ്പോൾ 5,000 കൂടുതൽ വിൽക്കും. അങ്ങനെ 2-ാം സ്ഥാനത്തിനും 3-ാം സ്ഥാനത്തിനും വേണ്ടി ഇവർ 3 പേരും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മാരുതിയുടെ സെയിൽ 1,60,000 1,70,000 ഒക്കെയാണ് ഒരു മാസം. അപ്പോൾ മാരുതിയെ ഓവർടേക്ക് ചെയ്യാമെന്ന് ആരും വിചാരിക്കേണ്ട. വോൾസ് വാഗൻ ഓടിച്ചുകൊണ്ട് നടന്ന നമ്മുടെ ഒരു സാർ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. സാറിപ്പോൾ ഹുണ്ടായുടെ ക്രിക്റ്റ മേടിച്ചിട്ടുണ്ട്. അതെ, വോൾസ് വാഗൻ്റെ ആളായിരുന്നു. പുള്ളി പറഞ്ഞത് വോൾസ് വാഗൻ്റെ സർവീസ് കോസ്റ്റ് കാരണം ഒരു രക്ഷയില്ലാതെ
ഹുണ്ടായി മേടിച്ച് തന്നാ ഹുണ്ടായുടെ സർവീസും മറ്റ് കാര്യങ്ങളും ഒക്കെ ബെറ്റർ ആണോ? ഇപ്പോൾ ഹുണ്ടായുടെ ക്രിറ്റയുടെ പിന്നെ ഇലക്ട്രിക് വെർഷനും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇലക്ട്രിക് വെർഷനും കൂടെ അതും ഭയങ്കരമായിട്ട് വിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 കമ്പനികളാണ് മത്സരം നടക്കുന്നത്. അങ്ങനെ മത്സരം നടക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല കാറുകൾ കിട്ടാൻ തുടങ്ങി. ഈയിടെ മഹേന്ദ്രയുടെ 2 ഇലക്ട്രിക് വണ്ടി ഇറങ്ങിയിരിക്കുന്നത് ടെസ്ലയുടെ സൈബർ ട്രക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട് ടെസ്ലയുടെ. അതിൻ്റെ വില തന്നെ $82,000. അത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ അതിൻ്റെ കോടിക്കണക്കിന് രൂപകളും ഏകദേശം അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും വിലയുള്ള ഈ വണ്ടി പോലെ തോന്നുന്ന, അതിനെ വെല്ലുന്ന, അതിലും നല്ല ഭംഗിയായിട്ടുണ്ട് ഞാൻ നോക്കിയിട്ട്. അതായത് ഈ സൈബർ ട്രക്ക് എന്ന് പറഞ്ഞ സാധനം കണ്ടു കഴിഞ്ഞാൽ ഒരു പെട്ടി പോലെ ഇരിക്കുമെങ്കിൽ അതിൻ്റെ പോരായ്മകൾ തീർത്ത് അതിനെ നല്ല രീതിയിൽ നല്ല ഭംഗിയാക്കി മാറ്റിയിട്ടുണ്ട് മഹേന്ദ്ര. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം ഈ മഹേന്ദ്ര കമ്പനി തന്നെയാണേലും നമ്മുടെ ജീപ്പ് എന്ന് പറയത്തില്ല, ജീപ്പ് വേറൊരു കമ്പനിയാണ്. എന്നാലും നമ്മൾ മഹേന്ദ്രയുടെ വണ്ടി ജീപ്പ് എന്ന് വിളിക്കും പണ്ട് തൊട്ട് ചെറുപ്പം മുതൽ. നമ്മൾ ജീപ്പ് എന്ന് പറയുന്നത് ഈ മഹേന്ദ്രയുടെ ജീപ്പിനെയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ട് അവർ വണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അങ്ങനെ നമുക്ക് 2 നല്ല കമ്പനി ഇന്ത്യയിലുണ്ട്. ആ 2 കമ്പനികളാണ് ടാറ്റയും മഹേന്ദ്രയും. ഇതുകൂടാതെ നമുക്ക് ഹുണ്ടായി നമ്മുടെ സ്വന്തം പോലെയായി. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ മാരുതി നമ്മുടെ വണ്ടി അല്ലെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ വിശ്വസിക്കില്ല. അത്രയും ഇന്ത്യയിലെ ജനകീയമായ വണ്ടിയാണ് മാരുതി സുസുക്കി. പിന്നെ സുസുക്കിക്ക് ഒരു ഗുണമുണ്ട് കേട്ടോ. സുസുക്കിയുടെ പാർട്സിനൊക്കെ പൊതുവെ വിലക്കുറവാണ്. സർവീസ് ഭയങ്കര ഇതാണ്. എവിടെ ചെന്നാലും നമുക്ക് സർവീസ് കിട്ടും. ഏത് മലമുകളിൽ ചെന്നാലും ആരും സുസുക്കിയുടെ വണ്ടി സർവീസ് ചെയ്ത് തരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ സുസുക്കി ഇലക്ട്രിക് വണ്ടി ഇറക്കിയതോടുകൂടി വൻപൻ മാറ്റങ്ങളാണ് ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ വരാൻ പോകുന്നതെന്ന് ഒരു സംശയമില്ല. എനിക്ക് ഉടനെ തന്നെ ടൊയോട്ടോയെ ഇറക്കാൻ ചാൻസ് ഉണ്ട്. അവരും കൂടെ ഇറക്കി കഴിഞ്ഞാൽ പതുക്കെ ഈ പെട്രോൾ വണ്ടികളും ഇലക്ട്രിക് വണ്ടികളും തമ്മിലുള്ള ഒരു മത്സരത്തിൽ വന്നിട്ട് ഈ പെട്രോൾ വണ്ടികൾ ആർക്കും വേണ്ടാത്ത രീതിയിലേക്ക് വരികയും ഇതെല്ലാം പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഇത് പൊളിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു സോളാർ പാനലും കൂടെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഈ പറയുന്ന നമ്മൾ പെട്രോൾ അടിക്കുന്ന പൈസ ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി. അതിൻ്റെ 4 പൈസ പോലും വേണ്ട ഒരു സോളാർ പാനലും മേടിച്ച് വെച്ച് നമുക്ക് ഓൺ ഗ്രിഡായിട്ട് ചെയ്ത് നമ്മുടെ ഒരു ഇലക്ട്രിക് വണ്ടിയും കൂടെ മേടിച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പ്രശ്നം തീർന്നു. ഞാൻ ഒരു 3 വർഷമായിട്ട് ഇപ്പോൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. 1 രൂപ പോലും നമുക്ക് ചിലവില്ല. നമ്മൾ സോളാർ പാനൽ വെച്ചിട്ട് വണ്ടി അത് വെച്ച് ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഓരോ മനുഷ്യർക്കും ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന വലിയ പൈസ ഒന്നും അതിനകത്തില്ല. പിന്നെ ടാറ്റയുടെ ചരിത്രം പറഞ്ഞപ്പോഴത്തേക്കും ലാൻഡ് റോവർ മേടിച്ചു. ടാറ്റയ്ക്ക് സ്വന്തമാണ്, ഓണർ ഇവരാണെങ്കിലും പിന്നെ ഈ നമ്മളവസാനം ഇവിടുന്ന് ഈ ഫോർഡ് കമ്പനിയുടെ ചരിത്രം പറഞ്ഞാൽ, ഫോർഡ് കമ്പനി അവസാനം ഇന്ത്യയിൽ നിന്ന് പോകുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് ഇവരുടെ ഈ വലിയ പ്ലാന്റും കാര്യങ്ങളുമൊക്കെ മേടിക്കാൻ ഒരു മനുഷ്യനില്ലാതായിപ്പോയി. ഇവർ പൊട്ടിപ്പൊളിഞ്ഞ് അവസാനം ഒരു നിക്കക്കള്ളി ഇല്ലാതെ ഇവരാകപ്പാടെ എങ്ങനെയെങ്കിലും ഈ സാധനങ്ങളെല്ലാം ഒന്ന് വിറ്റ് ആർക്കെങ്കിലും ഏൽപ്പിച്ചിട്ട്, ഇപ്പം നമ്മളൊരു സുപ്രഭാതത്തിൽ രാവിലെ ഒരു വീട് വിൽക്കാൻ പ്ലാൻ ചെയ്താൽ പോലും ഇപ്പോൾ വിൽക്കാത്ത കാലത്ത് ഇത്രയും വലിയ പ്ലാന്റും വലിയ ഇൻഫ്രാസ്ട്രക്ചറും കോടി എണ്ണത്തില്ലാത്തോളം പൈസയൊക്കെ ഒന്നിച്ച് തന്ന് മേടിച്ച് ഇവരെ ഇവിടുന്ന് ഒഴിവാക്കി വിടാൻ കഴിവുള്ള ആരാണുള്ളത്? ആരുമില്ല, ഒരുത്തരും വേണ്ട. പല കമ്പനികളെ ഇവർ സമീപിച്ചു. ടാറ്റയുടെ അടുത്ത് ഇവർ സമീപിച്ചില്ല. കാരണം ടാറ്റയെ പണ്ട് പല രീതിയിൽ അവമാനിച്ചിട്ടുണ്ട്. ഇന്ത്യ നല്ല രീതിയിൽ ഇവർ അവമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ ഒത്തിരി വളർന്നു കഴിഞ്ഞു. അപ്പം നമ്മൾ ഈ വണ്ടി ഇവരുടെ ഈ പ്ലാന്റ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി അവസാനം ഇവർ ടാറ്റയെ സമീപിച്ച് ടാറ്റയുടെ കാല് പിടിച്ചപ്പോൾ ടാറ്റയാണ് അത് ഫുള്ള് മേടിച്ചത്. ടാറ്റയുടെ ഇലക്ട്രിക് കാറുകളും പുതിയ ഹാരിയറും പുതിയ പല വണ്ടികളും ഇപ്പോൾ ഈ ഫോർഡ് എന്ന് പറഞ്ഞ് ടാറ്റയ്ക്ക് വണ്ടി ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് ടെക്സൺ ടാറ്റയെ അവമാനിച്ചു വിട്ട അവന്മാരുടെ പ്ലാന്റ് നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് നമ്മൾ ആ പ്ലാന്റിൽ നല്ല രീതിയിൽ വണ്ടി ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത് ശരിക്കും ഫോർഡിനാണ് വണ്ടി ഉണ്ടാക്കാനും വണ്ടി വിൽക്കാനും അറിയത്തില്ലെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുത്തു. അതാണ് ഇന്ത്യക്കാർ, അതാണ് ടാറ്റ, അതാണ് രക്തൻ ടാറ്റ. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ നഷ്ടം എന്നാണേലും ഇന്ത്യക്ക് എന്നും ഒരു വലിയ നഷ്ടമായിരിക്കും. എന്നാലും കമ്പനി ആ രീതിയിലൊക്കെ വളർത്തി വേണ്ട ആൾക്കാരെയൊക്കെ ഏർപ്പാടാക്കിയിട്ടാണ് പുള്ളി പോയിരിക്കുന്നത്. ടാറ്റ ഇനി ശ്രദ്ധിക്കണമെന്ന് സർവീസിൽ വളരെയധികം ശ്രദ്ധിക്കണം. വളരെ മോശം സർവീസാണ് ടാറ്റയുടെ പല ഔട്ട്ലെറ്റിൽ നിന്ന് കിട്ടുന്നത്. കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാലും വളരെയധികം ശ്രദ്ധിക്കണം. വണ്ടി സർവീസിന് പോയി കഴിഞ്ഞാൽ കോൾ ബാക്ക് എടുക്കണം.
കമ്പനിയിൽ നിന്ന് വിളിക്കണം, സർവീസ് പോയത് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കണം, അത് ഓരോ കസ്റ്റമറെയും വിളിച്ച് ചോദിക്കണം. എൻ്റെ വിവോയുടെ ഫോണിൻ്റെ ഒരു ഗ്ലാസ് മാറിയതുള്ളൂ, ഒരു ചെറിയ ഗ്ലാസ്, അതിൻ്റെ പുറകുവശത്തെ ക്യാമറയുടെ ഒരു ഗ്ലാസ് മാറി. ഈ ഗ്ലാസ് മാറാൻ വേണ്ടിയിട്ട് വെറും 850 രൂപയുടെ ഗ്ലാസ് മാറിയതിന് എനിക്ക് അപ്പം തന്നെ അവർ ചെയ്തു തന്നു. അത് കഴിഞ്ഞിട്ട് 3 കോൾ എനിക്ക് വന്നു, വിവോയുടെ 3 കോള്. ഒന്ന് ചോദിച്ചു, നിങ്ങളെ മാറിയ പാർട്സ് നിങ്ങൾക്ക് തിരിച്ചു തന്നോ എന്ന് ചോദിച്ചു. പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് ബില്ല് തന്നോ എന്ന് ചോദിച്ചു. പിന്നെ മൂന്നാമതൊരാൾ വിളിച്ചിട്ട് ഇവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, നിങ്ങൾക്ക് ചായ തന്നോ കാപ്പി തന്നോ, നിങ്ങളെ നല്ല രീതിയിൽ സ്വീകരിച്ചോ, എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അങ്ങനെ കോൾ ബാക്ക് ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ് വോൾസ്വാഗൻ. എനിക്ക് വെൻഡോ ഉണ്ടായിരുന്നപ്പോൾ അവർ കോൾ ബാക്ക് ചെയ്യുമായിരുന്നു. കോൾ ബാക്കൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ, ഒരു 1 ഇയർ സർവീസ് എന്ന് പറഞ്ഞാൽ കുറ്റമായിട്ട് ഞാൻ പറയല്ലോ കേട്ടോ. ഉഗ്രൻ സർവീസൊക്കെയാണ്, സെറ്റപ്പായിട്ട് ചെയ്ത് തരും. ഒരു വർഷത്തിൽ ഒരു സർവീസും ചെയ്താൽ മതി. 15,000 കിലോമീറ്ററിന് ഒറ്റ സർവീസേ ഉള്ളൂ. അപ്പോൾ 15,000 കിലോമീറ്ററിന് ഒരു 15,000 രൂപയും എടുത്തുകൊണ്ട് വേണം പോകാൻ. അപ്പോൾ 1 കിലോമീറ്ററിന് 1 രൂപ വെച്ച് കണക്കി കൂട്ടിക്കോണം. അങ്ങനപ്പോൾ നല്ല സർവീസാണ്, നല്ല നീറ്റാണ് കാര്യങ്ങളൊക്കെ. പക്ഷേ ബില്ല് ഇച്ചിരി അതിഭയങ്കരമാണ്. എന്നാൽ എൻ്റെ ടാറ്റയുടെ ഈടുത്തെ പുതിയ വണ്ടിക്ക് വെറും 2,000 രൂപ, 1,800 രൂപയും കണ്ട എൻ്റെ മേജർ സർവീസാണ്. 45,000-ൻ്റെ സർവീസിന് വെറും 2,500 2,800 രൂപയും കണ്ടേ ആയിട്ടുള്ളൂ. കുഴപ്പമൊന്നുമില്ല, ഒരു നീറ്റായിട്ടൊക്കെ അവർ ചെയ്യുന്നത്. പക്ഷേ ഒരു കോൾ ബാക്ക് ഒന്നും കമ്പനിയിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. ഒരിക്കൽ പോലും ടാറ്റ അത് ചെയ്തിട്ടില്ല. അതൊക്കെ ടാറ്റ ചെയ്യേണ്ട സമയമായി. ഓരോ സർവീസ് സെൻ്ററിലെ എക്സ്പീരിയൻസസ് ചെക്ക് ചെയ്യേണ്ട സമയമായി. അല്ലെങ്കിൽ ടാറ്റ ഇനി പുറകോട്ട് പോകും, വളരെയധികം പുറകോട്ട് പോകും. ആൾക്കാരൊന്നും മേടിക്കാതെ വരും. ഞാൻ തന്നെ ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞു, ഇനി ഒരു ടാറ്റയുടെ വണ്ടി മേടിക്കേണ്ടെന്ന്. ഞാൻ ടാറ്റ മേടിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ആ വണ്ടിയിലുണ്ട്. ഏറ്റവും എക്സ്പെക്റ്റ് ചെയ്തത് ഞാൻ 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. നാളെ നമുക്കൊരു ആക്സിഡൻറ്റോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായാൽ നമുക്ക് ശാരീരികമായ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള ഇതിന് വെച്ച് ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടാറ്റയുടെ വണ്ടി മേടിച്ചത്. അത് ആൾക്കാർ മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു റേറ്റിംഗ് മാത്രം പോരല്ലോ, നമുക്ക് വണ്ടി സുഖമായിട്ട് ഓടണം, നമുക്ക് നല്ല സർവീസ് കിട്ടണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ക്വാളിറ്റി ഓഫ് സർവീസ് വളരെയധികം ഉയരേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി സെറ്റപ്പ് ചെയ്ത് ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ക്വാളിറ്റി ഓഫ് സർവീസ് ടാറ്റയുടെ കൂടേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ ടാറ്റ പുറകോട്ട് പോകും. ടാറ്റ ഈ പ്രാവശ്യം 3-ാം സ്ഥാനത്ത് പോയി, ചിലപ്പോൾ 4-ാം സ്ഥാനത്തും പോയെന്നിരിക്കും. മഹേന്ദ്ര നല്ല അടിപൊളി സാധനമായിട്ട് മഹേന്ദ്ര എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 4-ഓ 5-ഓ സ്ഥാനത്തൊക്കെ ചിലപ്പോൾ പോയെന്നിരിക്കാം. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ടാറ്റ മാറണം. പിന്നെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മേജർ പാർട്സുകളും കാര്യങ്ങളും ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്യുന്ന രീതിയാണ്. ഇന്ന് മാറിയിട്ട് നമ്മളിവിടെ തന്നെ മുഴുവൻ പ്രൊഡക്റ്റ് ചെയ്ത് നമ്മൾ വിദേശത്തോട്ടൊക്കെ കയറ്റി അയക്കാൻ തുടങ്ങി. ഉദാഹരണത്തിന് കിയ ഒക്കെ എന്ന് പറഞ്ഞാൽ, കിയ ഹുണ്ടായുടെ തന്നെ ഒരു സഹോദര സ്ഥാപനമാണ്, സിസ്റ്റർ കൺസെൻ്റ് ആണ്. എങ്കിലും അവർ രണ്ടും രണ്ട് രീതിയിലാണ് പോകുന്നത്. രണ്ടുപേരും തമ്മിൽ മത്സരിക്കാറുണ്ട്. അതൊക്കെ ഓണർ ഒന്നാണെന്ന് ഓർത്ത് രണ്ടും രണ്ട് രീതിയിലുള്ള കമ്പനികളാണ്. കിയയുടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന കൂടുതൽ കിയയുടെ വണ്ടികൾ കിയ വിദേശത്തേക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ കയറ്റി അയച്ച് പണം സമ്പാദിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്ത്യയിൽ ന്യായമായ മാനുഫാക്ചർ ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇടയും അതിനുള്ള ലേബറും കാര്യങ്ങളും എല്ലാം നമുക്കുണ്ട്. ഗവൺമെൻറ് അതിന് അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. കിയ പോലെയുള്ള വിദേശ കമ്പനികൾ നമുക്കിവിടെ വരികയും അവർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം വളരുള്ളൂ. മറ്റ് കമ്പനികളെ, ചൈനക്കാരെ പോലെയൊക്കെ മറ്റ് കമ്പനികളെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വളർത്തണം, ഇങ്ങോട്ട് വിളിക്കണം. ഇങ്ങോട്ട് വിളിച്ചെങ്കിൽ മാത്രമേ അവർ വരികയുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ ഏകദേശം നമ്മുടെ വീട്ടിലെത്താറായി വരുന്നു. അപ്പം ഇതുവരെ നമ്മൾ കുറച്ച് വാഹന ചരിത്രങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആ ചരിത്രങ്ങളൊക്കെ കേട്ട് ഇത്ര നേരം ഇരുന്ന് നമുക്ക് കുറച്ച് മ്യൂസിക് കേട്ട് നമുക്ക് പരിപാടികൾ, ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ടൗൺ കണ്ടല്ലോ നിങ്ങൾ, ടൗൺ കണ്ടു, ഭയങ്കരമായിട്ട് ഡെവലപ്പായില്ലെന്ന് നോക്കിയാൽ. റോഡിനെല്ലാം നല്ല ഭയങ്കര വീതിയായി, മൊത്തം സെറ്റപ്പായി, വഴി നിറച്ചു വണ്ടികൾ. ഒരു ഫോറിൻ രാജ്യത്തൊക്കെ പോകുന്ന പോലെയൊക്കെ ആയില്ലേ. അത്രയും വൃത്തിയായിട്ടുണ്ട് കേരളം. അത്രയും കേരളം ഇന്ന് വളർന്നിട്ടുണ്ട് കേരളത്തിൽ. പിന്നെ സാധാരണക്കാരായ ജനങ്ങൾ വിദേശ രാജ്യങ്ങളിലെല്ലാം പോയി കിടന്ന് പണിയെടുത്തും കഷ്ടപ്പെട്ടും ഒക്കെ കൊണ്ടുവന്നതാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ. ഇന്ന് ബീഹാറിലുള്ള ഒരു പയ്യൻ ഇവിടെ ഒരു സാധനമായിട്ട് വന്നായിരുന്നു. അപ്പോൾ പുള്ളി 18 വർഷമായിട്ട് പുള്ളി കേരളത്തിൽ താമസിക്കുന്ന JCB ഓടിക്കുന്ന ഒരു പയ്യനാണ്.
അവൻ പറയുമായിരുന്നു, അവന് നല്ലപോലെ മലയാളം അറിയാം. അവൻ പറഞ്ഞ് ഈ 10 വർഷം ഗവൺമെൻറ് ഇപ്പം BJP കയറി, എന്നാലും ആര് കയറിയാലും ഇവർ ഈ ബീഹാറിലൊന്നും ഒന്നും ഇതുവരെ വളർന്നില്ല. നിതീഷ് കുമാറോ ആരൊക്കെ അവിടെ കേന്ദ്ര അങ്ങനെ പല ഇവരൊക്കെ ഉണ്ടല്ലോ ബീഹാറിൽ, അവരെയൊക്കെ ഭരിച്ചിട്ട് ആർക്കും ഒന്നുമില്ല. കേരളം എന്ന് പറഞ്ഞ ഒരു സംഭവമാണെന്ന് ആ പയ്യൻ പറയുന്നത്. കേരളം എന്ന് പറഞ്ഞ ഒരു വിദേശ രാജ്യം പോലെയാണെന്ന്. പക്ഷെ ബീഹാറൊന്നും അല്ല. പിന്നെ കുറച്ച് റോഡുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയുള്ളതല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ആ ബീഹാറിയായ മനുഷ്യൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേരളത്തിലെ ഒരു സംസ്ഥാനം മാത്രം വളർന്നിട്ടോ പഞ്ചാബ് വളർന്നിട്ടോ ഒന്നും കാര്യമില്ല. ഇന്ത്യ മൊത്തം വളരണം. എല്ലാം വളർന്നു വന്നെങ്കിൽ ഇന്ത്യക്ക് അതിൻ്റേതായ ഒരു പവർ വരത്തുള്ളൂ. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇന്നും വളരെ പിന്നോക്കമാണ്. പിന്നെ അവർ പറഞ്ഞത്, ബീഹാറികൾ പറഞ്ഞത്, ഈ GST ഒക്കെ വന്നിട്ട് GST ഒക്കെ ഭയങ്കര റേറ്റും എല്ലാം വെച്ചിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള. അപ്പോൾ GST ഒക്കെ ഇച്ചിരി കുറയ്ക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു 5% GST ഒക്കെ ആകുവാണെങ്കിൽ എല്ലാ മനുഷ്യരും GST അടയ്ക്കുകയും ഗവൺമെൻറ്റിന് ഇത് കൂടുതൽ വരുമാനം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 18%, 28% ഒക്കെ ഈ LED TV 42, 42 ഇഞ്ച് 40 ഇഞ്ച് തൊട്ടുള്ള TVക്കെല്ലാം 28% ടാക്സൊക്കെയാണ്. മറ്റേതിന് 18% ടാക്സ്. ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരു കുഞ്ഞ് TV മേടിക്കുന്നതിന് 18% ടാക്സ് എന്നൊക്കെ പറയുന്ന ഒരു അന്യായ ടാക്സായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ടാക്സുകളൊക്കെ കുറയ്ക്കണം. ഈയിടെ വളരെ നല്ലൊരു കാര്യം ചെയ്തു. ഇൻകം ടാക്സ് റേറ്റ് 12 ലാഖിലേക്ക് ഉയർത്തിയത് വളരെ നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു 1 ലക്ഷം രൂപ ഒരു മാസം വരുമാനമുള്ളവൻ ഇൻകം ടാക്സ് അടയ്ക്കണ്ട എന്നുള്ള രീതിയിലേക്ക് ഉയർത്തിയത് നല്ലതാണ്. അപ്പോൾ ഭയങ്കര സാമ്പത്തികമുള്ള ആൾക്കാരൊക്കെ അടയ്ക്കട്ടെ, സാമ്പത്തികം കുറഞ്ഞ ആൾക്കാരൊക്കെ ഇൻകം ടാക്സ് അടയ്ക്കണ്ടെന്നാക്കി. അതുപോലെ GSTയും കുറച്ച് കുറയ്ക്കുവാണെങ്കിൽ രാജ്യം ഇതിൻ്റെ ഇരട്ടി സ്പീഡ് വളരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിൽ കാണുക. അപ്പോൾ നമ്മൾ വീട്ടിലെത്താനുള്ള സമയമായി വരുന്നു. അപ്പോൾ ഇച്ചിരി അടിപൊളി മ്യൂസിക് ഇട്ട് നിങ്ങളെ ബാക്കി ഭാഗങ്ങളോട് നിങ്ങൾ കണ്ടിട്ട് വീഡിയോ നിർത്തുക. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് ഛേദമില്ലാത്തൊരു ഉപകാരമാണ്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടും കേട്ട് പറഞ്ഞുള്ള ചരിത്രങ്ങളാണ്. ഇനി എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ക്ഷമിച്ചേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. मेरे मगर तू की करती कह चल बस तू ही जा
down.